നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പോലും തിരിച്ചറിയാത്ത ചില സ്വഭാവ സവിശേഷതകൾ നമുക്കുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ കരുത്ത് എന്താണെന്നോ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്ന ഘടകങ്ങൾ എന്താണെന്നോ നമ്മൾ അറിയാറില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ രസകരമായ എന്നാൽ അല്പം ഗൗരവമേറിയൊരു പിക്ക് എ കാർഡ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മുന്നിൽ 2 ടാരറ്റ് കാർഡുകൾ ഉണ്ട്. ഒന്ന് കിങ് ഓഫ് സോർഡ്സും രണ്ടാമത്തേത് ദ മൂൺ എന്ന കാർഡുമാണ്. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഒരു നിമിഷം കണ്ണുകൾ അടക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. എന്നിട്ട് ഈ 2 കാർഡുകളിൽ നിന്ന് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാർഡ് മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരൊറ്റ കാർഡിലൂടെ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, കൂടെ വരാനിരിക്കുന്ന മാറ്റം എന്നിവയെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്കിന്ന് സംസാരിക്കാം. അതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങൾ ഏത് കാർഡാണ് തിരഞ്ഞെടുത്തത്? ആദ്യത്തെ കാർഡാണോ അതോ രണ്ടാമത്തെ കാർഡാണോ? വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സ്വഭാവമായിട്ട് ഇത് എത്രത്തോളം യോജിക്കുന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും ഒരുപോലെ ശരിയാവണമെന്നുമില്ല. നിങ്ങൾക്ക് യോജിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. നിങ്ങൾ ഒന്നാമത്തെ കാർഡായ കിങ് ഓഫ് സോർഡ്സ് ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കാർഡ് തിരഞ്ഞെടുത്തവരെ നോക്കുക. ഈ ചിത്രത്തിൽ ഒരു രാജാവ് തൻ്റെ സിംഹാസനത്തിൽ വളരെ ഗൗരവത്തോടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉയർത്തിപ്പിടിച്ച ഒരു വാളും കാണുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കരുത്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കിരീടവും നീല വസ്ത്രവും നോക്കുക. നീല നിറം അറിവിനെയും ആശയവിനിമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങളെ ആർക്കും എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിയില്ല എന്നാണ് ഈ കാർഡിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. സ്വഭാവ ഗുണങ്ങൾ നോക്കിയാൽ യുക്തിപരമായിട്ടുള്ള ചിന്ത. നിങ്ങൾ വികാരങ്ങൾക്ക് കീഴടങ്ങുന്നവരല്ല. ഒരു പ്രശ്നം വന്നാൽ അയ്യോ എന്ത് ചെയ്യുമെന്ന് കരഞ്ഞുകൊണ്ടിരിക്കാതെ അതെങ്ങനെ പരിഹരിക്കാമെന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നവരാണ്. നിങ്ങൾ നല്ലൊരു ഉപദേശകനാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ ആദ്യം ഓടി വരുന്നത് നിങ്ങളുടെ അടുത്തേക്കായിരിക്കും. ആണോ? ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൽ സത്യസന്ധത നോക്കുകയാണെങ്കിൽ നിങ്ങൾ നുണ പറയുന്നതിനെ വെറുക്കുന്നു. പിന്നെ സത്യം എത്ര കയ്പുള്ളതാണെങ്കിലും അത് മുഖത്ത് നോക്കി പറയാൻ നിങ്ങൾക്ക് മടിയില്ല. അതുകൊണ്ട് തന്നെ ചിലർക്ക് നിങ്ങളെ അല്പം ഗൗരവക്കാരനായിട്ട് തോന്നിയേക്കാം. പിന്നെ കരിയറും സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ജോലിയിൽ നിങ്ങൾ വളരെ കൃത്യനിഷ്ഠതയുള്ളവരാണ്. നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ കണക്കുകൂട്ടലുകൾ ഉള്ളവരാണ്. അനാവശ്യമായിട്ട് പണം ചെലവാക്കാതെ കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോകുന്ന സ്വഭാവമായിട്ടാണ് ഇതിൽ കാണുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് അല്പം കഠിനമായിട്ട് പെരുമാറിയേക്കാം. എല്ലാവർക്കും നിങ്ങൾ ഒരുപോലെ ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുക. അല്പം കൂടി സ്നേഹവും കരുണയും പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങളുടെ ഇന്നത്തെ സന്ദേശം, സത്യം നിങ്ങളെ നയിക്കും, പക്ഷേ ദയയോടെ സംസാരിക്കുക എന്നതാണ്. ഇനി നമുക്ക് ദ മൂൺ എന്ന കാർഡ് തിരഞ്ഞെടുത്തവരുടെ നോക്കാം. ദ മൂൺ എന്ന കാർഡ് വളരെ നിഗൂഢമായിട്ടുള്ള ഒരു കാർഡാണ്. നിലാവിൽ 2 നായ്ക്കൾ കുരക്കുന്നതായിട്ട് ഇവിടെ കാണാം. ദൂരെ 2 ഗോപുരങ്ങളും ഉണ്ട്. ഇത് നിങ്ങളുടെ ഭാവനാ ലോകത്തെയും അബോധ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ചിത്രത്തിന് താഴെയുള്ളൊരു കുളവും അതിൽ നിന്ന് കയറി വരുന്ന ഒരു ഞണ്ടിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വികാരങ്ങളെയും പേടിയെയുമാണ് കാണിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും രാത്രികളിൽ ഉറക്കമില്ലാതെ ചിന്തിച്ചു കൂട്ടുന്നവരായിരിക്കും. ആണോ? ആണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ സ്വഭാവവും മാനസികാവസ്ഥയും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6ാം ഇന്ദ്രിയം വളരെ കൂടുതലാണ്. ഒരാളെ കണ്ടാൽ അയാൾ നല്ലവനാണോ ചീത്തയാണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ നല്ലൊരു സ്വപ്നജീവി കൂടിയാണ്. കല, സംഗീതം, എഴുത്ത് എന്നിവയിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു താല്പര്യം ഉണ്ടാകുന്നതായിട്ടാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. പിന്നെ പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ സ്വന്തം ചിന്തകളായിരിക്കും.
സംഭവിക്കാത്ത കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ അനാവശ്യമായിട്ട് ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ കാർഡ് പറയുന്നത് കാര്യങ്ങൾ കാണുന്നത് പോലെ ആയിരിക്കില്ല എന്നാണ്. പലപ്പോഴും നിങ്ങളുടെ പേടി വെറും തോന്നലുകൾ മാത്രമാണ്. പിന്നെ പ്രണയബന്ധങ്ങളുടെ കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ബന്ധങ്ങളിൽ നിങ്ങൾ വളരെ സെൻസിറ്റീവാണ്. ആരെങ്കിലും ഒന്ന് മുഖം കറുപ്പിച്ച് സംസാരിച്ചാൽ അത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പങ്കാളിയുമായിട്ടുള്ള കാര്യങ്ങളിൽ പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാം തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ധ്യാനം ശീലിക്കുന്ന നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ വേണ്ടി സഹായിക്കും. നിങ്ങൾക്ക് എന്നുള്ള സന്ദേശം, നിങ്ങളുടെ മനസ്സിനെ വിശ്വസിക്കുക, പക്ഷേ ഭയത്തിന് കീഴടങ്ങരുത്. അപ്പോൾ ഈ 2 കാർഡുകളിലൂടെ നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നൽകിയ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങളുടെ അനുഭവങ്ങൾ അറിയാൻ എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.